നമസ്കാരം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഏറ്റവും ആരാധകരുള്ള ക്ലബ്ബുകളിലൊന്നായ കേരള ബ്ലാസ്റ്റേഴ്സ് വിൽപ്പനയ്ക്കൊരുങ്ങുന്നതായി റിപ്പോർട്ട്. ISL മത്സരങ്ങളിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടയിലാണ് കേരളത്തിൽ നിന്നുള്ള ഫുട്ബോൾ ക്ലബ്ബ് വിൽപ്പന സംബന്ധിച്ച വാർത്തകൾ പുറത്തുവരുന്നത്. സാമ്പത്തിക നഷ്ടം കാരണം കേരള ബ്ലാസ്റ്റേഴ്സിനെ വിൽക്കാനൊരുങ്ങുന്നതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ISLൽ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികളായ ബ്ലാസ്റ്റേഴ്സിനെ വാങ്ങാൻ സന്നദ്ധരായി പ്രമുഖ മലയാളി വ്യവസായികൾ രംഗത്തെത്തിയെന്നും റിപ്പോർട്ടുണ്ട്. വാർത്തകളോട് ക്ലബ്ബ് ഉടമകൾ പ്രതികരിച്ചിട്ടില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബിന്റെ മുഴുവൻ ഓഹരികളും വിൽക്കാനൊരുങ്ങുന്നതായിട്ടാണ് റിപ്പോർട്ട്. സമൂഹ മാധ്യമങ്ങളിലാണ് ഇത് സംബന്ധിച്ച അഭ്യൂഹങ്ങൾ പരന്നത്. ആന്ധ്രാപ്രദേശ് കേന്ദ്രീകരിച്ചുള്ള ഉടമകളുടെ കീഴിലുള്ള മാഗ്നം സ്പോർട്സ് ആണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉടമകൾ. ക്ലബിന്റെ 100% ഓഹരികളും വിൽക്കാൻ പോകുന്നതായിട്ടാണ് വിവരം. ISL തുടങ്ങാൻ വൈകുന്നതിനിടയിലാണ് ക്ലബ്ബ് വിൽക്കാനൊരുങ്ങുന്നുവെന്ന റിപ്പോർട്ട്. ISL പ്രതിസന്ധിയിലായതിനെ തുടർന്ന് ക്ലബ്ബുകളും സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. സാമ്പത്തികം ഉൾപ്പെടെയുള്ള ആശങ്കകൾ കാരണം ISLലെ പല ക്ലബ്ബുകളും ഇതുവരെ പ്രീ സീസൺ പരിശീലനം പോലും ആരംഭിച്ചിട്ടില്ല. ISL മത്സരങ്ങളുടെ നടത്തിപ്പുകാരെ കണ്ടെത്താനാവാത്തതും ലീഗിന്റെ പുതിയ സാമ്പത്തിക വാണിജ്യ ഘടനകളെക്കുറിച്ചുള്ള അനിശ്ചിതത്വമാണ് ക്ലബ്ബുകൾ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം. സംരക്ഷണ വരുമാനത്തെക്കുറിച്ചും ചെലവുകളെക്കുറിച്ചും വ്യക്തമായ ധാരണയില്ലാതെ സീസണിലേക്കുള്ള ബജറ്റ് തയ്യാറാക്കാൻ കഴിയില്ലെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനിടയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിൽപ്പനയ്ക്കൊരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കേരളത്തിലെ പ്രമുഖ വ്യവസായ ഗ്രൂപ്പ് ഉൾപ്പെടെ ബ്ലാസ്റ്റേഴ്സ് ഓഹരികൾ വാങ്ങാൻ തയ്യാറാണെന്നാണ് റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്നാൽ ഔദ്യോഗികമായി ഇത് സംബന്ധിച്ച് യാതൊരു വിവരവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അഭ്യൂഹങ്ങൾ തള്ളി കായിക രംഗത്തെ ചില പ്രമുഖരും രംഗത്തെത്തിയിട്ടുണ്ട്. 2014 കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബ്ബ് രൂപീകരിച്ചത്. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ, പ്രസാദ് പൊട്ലൂരി തുടങ്ങിയവരായിരുന്നു ക്ലബിന്റെ ആദ്യ ഉടമകൾ. സച്ചിന്റെ വിളിപ്പേരായ മാസ്റ്റർ ബ്ലാസ്റ്റർ എന്നതിൽ നിന്നാണ് ക്ലബിന് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന പേര് പോലും ഉണ്ടായത്. 2016 നിമിഗഡ പ്രസാദ്, നാഗാർജുന, ചിരഞ്ജീവി, അല്ലു അരവിന്ദ് എന്നിവരടങ്ങിയ കൺസോർഷ്യം ക്ലബിന്റെ 80% ഓഹരികളും വാങ്ങിക്കുകയായിരുന്നു. 2018 സച്ചിൻ തന്റെ 20% ഓഹരികളും കൺസോർഷ്യത്തിന് കൈമാറി പൂർണ്ണമായും ക്ലബ്ബ് വിട്ടു. 2021 ഈ കൺസോർഷ്യം മാഗ്നം സ്പോർട്സ് എന്ന പേര് നൽകിയത്. നിമഗഡ പ്രസാദിന്റെ മകനായ നിഖിൽ ഭരദ്വാജാണ് ക്ലബിന്റെ ചെയർമാൻ. ISL തുടങ്ങുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നതിൽ ക്ലബ്ബുകൾ കടുത്ത പ്രതിസന്ധിയിലാണ്. കാണികൾ കുറഞ്ഞതോടെ കേരള ബ്ലാസ്റ്റേഴ്സിന് ടിക്കറ്റിൽ നിന്നുള്ള വരുമാനവും കുറഞ്ഞു. ടീമിന്റെ പ്രകടനം മോശമായതോടെയാണ് ആരാധകർ കൈയൊഴിഞ്ഞത്. കഴിഞ്ഞ സീസണിൽ അവസാന ഹോം മത്സരത്തിൽ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെത്തിയത് 10,000-ൽ താഴെ കാണികളാണ്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സ് വർദ്ധിച്ചിട്ടുമുണ്ട്. ISL അനിശ്ചിതത്വത്തിനിടെ സുനിൽ ഛേത്രി അടക്കമുള്ള സ്വദേശികളും വിദേശികളുമായ കളിക്കാർക്കും ഒഫീഷ്യലുകൾക്കും പ്രതിഫലം നൽകുന്നത് നിർത്തിവെക്കുകയാണെന്ന് ചില ക്ലബ്ബുകൾ അറിയിച്ചിരുന്നു. വർഷങ്ങളുടെ കരാർ ഒപ്പുവെച്ച താരങ്ങൾക്കും കോച്ചുമാർക്കുമെല്ലാം ഇത് കനത്ത പ്രഹരമായി. പ്രതിസന്ധി പരിഹരിക്കാൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും സാധിക്കുന്നില്ല. ISL വൈകിയാലും തുടരുമെന്ന് മാത്രമാണ് AIFF പ്രഖ്യാപനം. ദേശീയ കായിക സംഘടന നയം സംബന്ധിച്ച കാര്യങ്ങളിൽ സുപ്രീം കോടതിയുടെ അന്തിമ വിധി വരാൻ കാത്തിരിക്കുകയാണെന്നും അറിയിച്ചിരുന്നു. ISLൽ ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ജംഷഡ്പൂർ FCക്ക് മാത്രമാണ് അല്പമെങ്കിലും സാമ്പത്തിക ലാഭം ഉണ്ടായതെന്നാണ് കണക്ക്. ക്ലബിന് സ്വന്തമായി സ്റ്റേഡിയം, അക്കാദമി, പരിശീലന ഗ്രൗണ്ട് തുടങ്ങിയ സൗകര്യങ്ങളുണ്ട്. പരിശീലന ഗ്രൗണ്ടിന് ഉൾപ്പെടെ എല്ലാം വാടക നൽകിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് വിൽക്കുന്നതായി 5 വർഷം മുമ്പ് തന്നെ അഭ്യൂഹങ്ങൾ വന്നിരുന്നു. അത് ഇപ്പോഴും തുടരുന്നു. കേരളത്തിലെ വ്യവസായ പ്രമുഖന്റെ ഉടമസ്ഥതയിലുള്ള ഗ്രൂപ്പും ഗൾഫ് ആസ്ഥാനമായ മറ്റൊരു നിക്ഷേപ ഗ്രൂപ്പും വാങ്ങാൻ സന്നദ്ധരായെന്നും വാർത്തകൾ വന്നിരുന്നുവെങ്കിലും എങ്ങും എത്തിയില്ല. ഗൾഫ് ആസ്ഥാനമായിട്ടുള്ള ചില കമ്പനികളുമായി ചർച്ചകൾ നടക്കുന്നതായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം.